ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഒരു നിമിഷം എന്നോടൊപ്പം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യം ഈ രാത്രിയിൽ ഞങ്ങളെ പൊതിയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം രൂപാന്തരപ്പെടുത്തുന്നതും ഇരുട്ടിനെ അകറ്റുന്നതുമാണല്ലോ. പ്രകാശമായ അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ അന്ധകാരവും മാറ്റണമേ. ഞങ്ങളുടെ മനസ്സിലെ ഭാരങ്ങൾ, ഉത്കണ്ഠകളെല്ലാം എടുത്തു മാറ്റി കർത്താവേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ചെറിയ ശബ്ദത്തിൽ നമുക്ക് ഈശോയെ സ്തുതിക്കാം. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന കർത്താവേ, ജീവിക്കുന്നവനായ ദൈവമേ, സർവശക്തനായ കർത്താവേ, ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവവചനം മാംസം ധരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാലും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല സ്വർഗീയ വിശുദ്ധന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റും അന്ധകാരം നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രകാശമായ ദൈവത്തെ തേടുവാനും ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഈ രാത്രിയിൽ കടന്നു വരുവാനും ഭാഗ്യം ലഭിച്ച നിങ്ങളെല്ലാവരെയും അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ചില സങ്കല്പങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്, ദൈവം സർവജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവനാണ്. പക്ഷേ ഇപ്പോൾ ദൈവത്തിൻ്റെ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വിശേഷണം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ യെശയ്യായുടെ പുസ്തകത്തിൽ 64-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. യെശയ്യ 64:4. അവിടെ ഇപ്രകാരം പറയുന്നു: തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം അധ്വാനിക്കുന്ന ദൈവമാണെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തെക്കുറിച്ച് ചിന്ത, ദൈവം സ്വർഗത്തിൽ ഇങ്ങനെ എല്ലാവരുടെയും സ്തുതിഗീതങ്ങൾ, പ്രാർത്ഥനകളൊക്കെ സ്വീകരിച്ച് ഇങ്ങനെ ആസ്വദിച്ച് കഴിയുന്ന ഒരു ആൾ എന്ന നിലയിലാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ കാണാറുള്ളത്. പക്ഷേ ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പിതാവാണ്. ഈ ലോകത്തിൽ കോടിക്കണക്കിന് മക്കളുണ്ട്. പക്ഷേ ഓരോ മകനെയും ഓരോ മകളെയും വ്യക്തിപരമായി കാണുകയും അവൻ്റെ ജീവിതത്തെ കരങ്ങളിലെടുത്തുകൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ കൃപയ്ക്കായിട്ട് ദൈവം അവൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭൗതിക പിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. അതിരാവിലെ അവർ എഴുന്നേൽക്കുന്നുണ്ട്, 4 മണിക്ക് എഴുന്നേൽക്കുന്നു. മക്കളെല്ലാവരും ഉറങ്ങുമ്പോൾ അപ്പനും അമ്മയും കരങ്ങൾ വിരിച്ചു പിടിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പശുവിനെ കറക്കാൻ പോകുന്നു.
ഈ പാലും കൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവർ കടയിലേക്ക് പോകുന്നു. തിരിച്ചു വന്ന് മക്കൾക്ക് വേണ്ടി പറമ്പിൽ രാപകൽ അധ്വാനിക്കുന്നു. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പിതാവിനെ കണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ 3:30 മണിക്ക് എഴുന്നേൽക്കും, എന്നിട്ട് ലൈറ്റ് വെച്ച് റബ്ബർ വെട്ടും. അദ്ദേഹം അധ്വാനിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, നേരെ മറിച്ച് അദ്ദേഹം ഈ രാത്രിയിൽ എഴുന്നേറ്റ് അധ്വാനിക്കുന്നത് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെയാണ് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകളുണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളുണ്ടാകുമ്പോൾ ഈ പിതാവ് എവിടെയാണ്? ഈ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇത് എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആ സമയങ്ങളിൽ പോലും ദൈവം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ കരങ്ങളിലെടുത്ത് ദൈവം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അലസനായി മാറി നിൽക്കുകയല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വചനമാണല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമാണ് അവിടെ മാറ്റുന്നത്. ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ദുഃഖകരമെന്ന്, ശാപമെന്ന്, തിന്മയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ പോലും ദൈവം കരങ്ങളിലെടുത്തിട്ടുണ്ട്. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ദൈവമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുവാനിരിക്കുന്നത്. നമ്മുടെ സകല വേദനകളും, സകല സങ്കടങ്ങളും, സകല ദുഃഖങ്ങളും ഈ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാണുക മാത്രമല്ല, അത് കരങ്ങളിലെടുത്ത തൻ്റെ മകളുടെ ഉന്നതമായ, ശ്രേഷ്ഠമായ ഒരു ഭാവിക്ക് വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം 64:4 പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മളൊരു ഇരുമ്പ് കഷണം കൊല്ലൻ്റെ ആലയിൽ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കൊല്ലനോട് പറയും, ഇതൊരു വാക്കത്തിയായിട്ട് രൂപാന്തരപ്പെടുത്തണം. കൊല്ലൻ എന്ത് ചെയ്യും? ഈ ഇരുമ്പ് കഷണം വാങ്ങി അത് ഉലയിലിട്ട് നന്നായിട്ടത് ചൂടാക്കും. ഈ ഇരുമ്പ് കഷണം അങ്ങ് ചൂട് കണ്ട് പഴുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അത് അടിച്ച് പരത്തും. കുറച്ച് കഴിഞ്ഞ് അത് വെള്ളത്തിലേക്കിടും. എന്നിട്ടത് രാഗി മൂർച്ചയുണ്ടാക്കും. എന്നിട്ടൊരു മരത്തിൻ്റെ കഷ്ണമെടുത്ത് അതിന് പിടിപിടിപ്പിക്കും. ഇതൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും അവനെ ദൈവം ചിലപ്പോൾ തീയിലിട്ട് ഇങ്ങനെ ചുട്ടുപഴുപ്പിക്കും, അവനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല. അവനെ അടിച്ചു പരത്തും. അവനെ ചിലപ്പോൾ വെള്ളത്തിലേക്കിടും. തീയിലും വെള്ളത്തിലും നടക്കുന്ന അനുഭവം ദൈവമക്കളായ നമുക്ക് പിതാവായ ദൈവം തരുന്നത് നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് വളരെ മൂർച്ചയുള്ള ഒരു ആയുധം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അതാണ് ഈ വചനം നമ്മോട് പറയുന്നത്. തന്നെ കാത്തിരിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ നന്മ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ ചെന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഒരു ഇരുമ്പ് കഷ്ണം കൊടുത്തിട്ട് പറയുകയാണ്, എനിക്ക് ഇത് 5 മിനിറ്റ് കൊണ്ടൊരു വാക്കത്തിയായി മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നടപ്പുള്ള കാര്യമല്ല. അയാൾ ക്ഷമയോടെ കാത്തിരിക്കണം. അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ കാത്തിരിക്കണം ഈ കൊല്ലപ്പണിക്കാരൻ്റെ പണി പൂർത്തിയാകാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ക്ഷമാപൂർവം കാത്തിരിക്കണം. ഞാൻ പറയട്ടെ, ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക്, ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ നന്മ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ വെയിറ്റിംഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ വെയിറ്റിംഗ് ഷെഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട്. അവിടെ നമ്മൾ ബസ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഉറപ്പുണ്ട്, 90% ഉറപ്പുണ്ട് ബസ് വരും. പക്ഷേ ഒരു 10% നമ്മൾക്കറിയാം ബസ് വരാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള 100% ഉറപ്പാണ്, ദൈവം വരും, നിശ്ചയമായും വരും. വരാത്ത ഒരു ദൈവത്തിന് വേണ്ടി അല്ല നമ്മൾ കാത്തിരിക്കുന്നത്. സാമുവേൽ ബെക്കറ്റ് എഴുതിയ ഒരു അബ്സേർഡ് ഡ്രാമയുണ്ട്, വെയിറ്റിംഗ് ഫോർ ഗോദോ
എന്ന് പറഞ്ഞാൽ ദൈവം വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടെ. ചിലപ്പം വരുമായിരിക്കും, ചിലപ്പം വരികയില്ലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ആയിരിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവം നിശ്ചയമായും തൻ്റെ മക്കളുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു ദൈവമാണ്. അവിടുന്ന് ഒരിക്കലും വാക്കിൽ വ്യത്യാസം വരുത്തുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒരു വചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവം നിശ്ചയമായും വരുമെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങളത് എഴുതി വെക്കണം, മറക്കാതെ എഴുതി വെക്കണം. അത് സങ്കീർത്തനം 89:34. 89-ാം സങ്കീർത്തനം 34-ാം വാക്യം നിങ്ങളെപ്പോഴും ഓർത്തിരിക്കേണ്ട വാക്കാണ്. അവിടെ ദൈവം തന്നെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം ഇതാണ്: ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല. എൻ്റെ മകനുമായി, എൻ്റെ മകളുമായി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി ഞാൻ ലംഘിക്കുകയില്ല. അടുത്ത വാക്യം ഇപ്രകാരമാണ്: ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. എൻ്റെ മകനെക്കുറിച്ച് ഞാനൊരു സന്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ മാറ്റുകയില്ല. 100% ഞാനത് പാലിക്കും. ഒരു പക്ഷേ അതിന് തടസ്സങ്ങളുണ്ടാകാം, താമസമുണ്ടാകാം, വർഷങ്ങൾ കഴിയാം. പക്ഷേ നിശ്ചയമായും ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റും എന്നാണ് ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 89:34 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദീർഘക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ രാത്രിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത്. അക്ഷമയുണ്ട്, നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടണം എന്നുള്ള. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കാത്തിരിക്കണം എന്നുള്ള. കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഉദാഹരണം അബ്രാഹമാണ്. ദൈവം അദ്ദേഹത്തെ വിളിച്ചു. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, ഹാരാൻ ദേശത്ത് തൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് എല്ലാവരെയും ഉപേക്ഷിച്ച് നീ എൻ്റെ പിന്നാലെ വരിക. ദൈവം അബ്രാഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് 12-ാം അധ്യായത്തിൽ 2-ാം വാക്യം. ദൈവത്തിൻ്റെ വാക്യം ഇതാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനം ഇതാണ്: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ദൈവം പറയുകയാണ്. സങ്കീർത്തകൻ നമ്മെ ഓർപ്പിക്കുന്ന ഈ വാക്ക് ഒരിക്കലും ദൈവം മാറ്റുകയില്ല. 75 വയസ്സുള്ളപ്പോഴാണ് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത്. ന്യായമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 76-ാം വയസ്സിൽ ഒരു വർഷം കഴിയുമ്പോൾ അബ്രാഹത്തിന് ഒരു കുഞ്ഞുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു, അനേക വർഷങ്ങൾ കഴിഞ്ഞു, അബ്രാഹത്തിന് കുഞ്ഞുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ വയസ്സ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുണ്ടാകുവാനുള്ള സർവ്വസാധ്യതകളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കൽ അബ്രാഹാം പരാതി പറഞ്ഞു. അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. മക്കൾക്ക് പരാതി പറയാനുള്ള അവകാശമുണ്ട് കേട്ടോ, നമ്മൾ പരാതി പറയണം. അപ്പോൾ അബ്രാഹാം ഇങ്ങനെ ദൈവത്തോട് പരാതി പറയുകയാണ്: എനിക്കൊരു സന്താനത്തെ അവിടുന്ന് നൽകിയിട്ടില്ല. അവിടുന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വാക്ക് പാലിച്ചിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ വീട്ടിലെ ഒരു ഭൃത്യൻ്റെ മകനായിരിക്കും എൻ്റെ പിൻഗാമി. അപ്പോൾ ദൈവം പറഞ്ഞു, ഒരിക്കലുമില്ല, നിന്റെ മകൻ തന്നെയായിരിക്കും നിന്റെ അവകാശി. എന്നിട്ട് ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്. അബ്രാഹത്തെ തൻ്റെ കൂടാരത്തിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടാരത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ നമുക്ക് സ്വപ്നങ്ങൾ നഷ്ടപ്പെടും, ദർശനങ്ങൾ നഷ്ടപ്പെടും. ഈ കൂടാരത്തിൻ്റെ ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് വിശാലമായ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവം ചെയ്യുന്നതാണ്. പുറത്തേക്ക് കൊണ്ടുവന്ന് നീലാകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം അബ്രാഹത്തോട് ചോദിക്കുകയാണ്: ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നീ കണ്ടോ? അബ്രാഹാം പറഞ്ഞു, കണ്ടു. നിനക്ക് എണ്ണമെടുക്കുവാൻ സാധിക്കുമോ? അബ്രാഹാം പറഞ്ഞു, ഇല്ല. നിന്റെ മക്കൾ ഇതുപോലെ സംഖ്യാതീതമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം വാഗ്ദാനം ചെയ്യുന്നൊരു കാര്യമാണ്. 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ഈ വാഗ്ദാനം ഇന്ന് നമുക്കറിയാം, 2020 നമുക്കറിയാം. എണ്ണിത്തീരാത്ത രീതിയിൽ മക്കളെ നൽകി ദൈവം അബ്രാഹത്തെ അനുഗ്രഹിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പിതാവാണ് അബ്രാഹാം. യഹൂദന്മാരുടെ പിതാവ്, ക്രിസ്ത്യാനികളുടെ പിതാവ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു പിതാവായിട്ട്
ദൈവം അബ്രാഹത്തെ മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി നമുക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ മകനും മകളുമായി നമ്മൾ മാറുന്നത് പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ, ക്ഷമയോടെ കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. ഇന്ന് അനേകരുടെ ഒരു വേദനയാണ് കുഞ്ഞുങ്ങളില്ല. വിവാഹം കഴിഞ്ഞ് അനേക വർഷങ്ങളായി, പക്ഷേ കുഞ്ഞുങ്ങളില്ല. ഞാൻ ഉറപ്പ് തരികയാണ്, ഞാനിവിടെ പ്രസംഗിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ദൈവം നിശ്ചയമായും തൻ്റെ സമയമാകുമ്പോൾ കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കും. ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ്റെ കാര്യം ഓർക്കുകയാണ്. ശലോമിലെ മാനേജരായ ബേബിച്ചൻ, അദ്ദേഹം വിവാഹം കഴിച്ച് 10 വർഷങ്ങൾ കഴിഞ്ഞാണ് കുഞ്ഞിനെ ലഭിക്കുന്നത്. ദൈവം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു, നീ മറ്റൊരു ചികിത്സയ്ക്കും പോകേണ്ട, നിനക്ക് കുഞ്ഞുങ്ങളെ നൽകും. പക്ഷേ അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നു. 10 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ദൈവം അദ്ദേഹത്തിന് 1 അല്ല 2 കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു സുഹൃത്ത് ഫ്രാങ്കോ, അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞാണ് കുഞ്ഞിനെ ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓർക്കുക, സങ്കീർത്തനം 89:34, ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. കാലങ്ങൾ കടന്നു പോകും, സമയം കടന്നു പോകും, പക്ഷേ ദൈവത്തിൻ്റെ വാക്കിന്, ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു വേദനയാണ് വിവാഹം നടക്കുന്നില്ല, മക്കളുടെ വിവാഹം നടക്കുന്നില്ല. 30, 31, 32, 33 വയസ്സായിട്ടും വിവാഹം നടക്കാതെ വേദനിക്കുന്ന അനേക മാതാപിതാക്കൾ ഈ നൈറ്റ് വിജിലിൽ സംബന്ധിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അധ്വാനിക്കുകയാണ്. നിങ്ങളുടെ മകൾക്ക് വേണ്ടി, നിങ്ങളുടെ മകന് വേണ്ടി ഉചിതമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന ഒരു അപ്പനാണ് നിങ്ങളുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയട്ടെ. എൻ്റെ മൂത്ത മകൻ്റെ കല്യാണം നടന്നത് 31-ാം വയസ്സിലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവൻ്റെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുവാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ അത്രമാത്രം ജോലിഭാരങ്ങളുണ്ടായിരുന്നു. ഞാൻ 2015 വരെ കോളേജിലെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ ശാലോമിൽ വന്നിട്ടാണ് ശാലോമിലെ ജോലികളൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. അക്കാലത്ത് എനിക്ക് വലിയ ജോലിഭാരം ഉണ്ടായി. ടി വിയിൽ, പത്രത്തിൽ, നൈറ്റ് വിജിലിലെ പ്രസംഗം, പ്രയറിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ മൊത്തം എല്ലാ ശുശ്രൂഷകളെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നാൽ, ജോലി ഉണ്ടായിരുന്നതിനാൽ എനിക്കെൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുവാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ പ്രായം കൂടിക്കൊണ്ടുവന്നിരുമ്പോൾ എൻ്റെ അടുത്ത ബന്ധുക്കൾ ഇങ്ങനെ സ്നേഹപൂർവ്വം കുറ്റപ്പെടുത്തി, ഇച്ചായനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു, ഇച്ചാൻ മരിച്ചു, അപ്പോൾ ഇച്ചായനുണ്ടായിരുന്നെങ്കിൽ എന്നെ നിർബന്ധിച്ച് മകൻ്റെ കല്യാണം നടത്തിക്കുമായിരുന്നു എന്നാണ് അവരെ സ്നേഹപൂർവ്വം ശാസിച്ചത്. എൻ്റെ മനസ്സിലതൊരു വിഷമമായിട്ടുണ്ട്, ഇത്രയും വയസ്സായല്ലോ. ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ റൂമിൽ ഈശോയുടെ ഒരു തിരുഹൃദയ ഈശോയുടെ ചിത്രമുണ്ട് ഞാൻ ഇരിക്കുന്നതിൻ്റെ പിറകിൽ. ഞാൻ രാത്രിയിൽ വാതിൽ പൊട്ടി, എത്രയോ 9 മണിയൊക്കെ ആയി, വീട്ടിലേക്ക് പോകുവാനായിട്ട് വാതിലിങ്ങനെ ക്ലോസ് ചെയ്തപ്പോൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ പരാതി പറഞ്ഞു, അബ്രാഹാം പരാതി പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ചെറുക്കന് എത്ര വയസ്സായി കൂട്ടി നോക്ക്. ഞാൻ കർത്താവിനോട് എൻ്റെ പരാതി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇന്ന് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, എൻ്റെ ദൈവം എൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്, ജീവിത പങ്കാളിയെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ മനോഹരമായി എൻ്റെ മക്കളുടെ 2 പേരുടെ ഒരുമിച്ച് നടന്നു എന്നുള്ളതാണ് സത്യം. ആദ്യത്തെ മൂത്ത മകൻ്റെ ഭാര്യ ARSൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ്റെ ഭാര്യ MBBS കഴിഞ്ഞ് MD പൂർത്തിയാക്കിയ ഒരു ഡോക്ടറാണ്. 2019 ജനുവരി 21-ാം തീയതി ഇവരുടെ 2 പേരുടെയും വിവാഹം വളരെ മനോഹരമായി എൻ്റെ ദൈവം നടത്തി തന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ കാത്തിരിക്കുവാൻ തയ്യാറാകണം. നിങ്ങളുടെ കണ്ണുനീരൊപ്പുവാനായിട്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നിങ്ങളുടെ മറ്റൊരു ബുദ്ധിമുട്ടാണ്, വേദനയാണ്, ജോലിയില്ല. ഇന്ന് അനേകർക്ക് ഈ
സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ നാളിൽ ജോലിയില്ല, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. ഞാൻ ഈ മേഖലയിലും പറയട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയട്ടെ. 1983 വർഷത്തിൽ ദേവഗിരി കോളേജിൽ നിന്ന് MA പാസ്സായപ്പോൾ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു കോളേജിൽ അധ്യാപകനാകുക എന്നുള്ളത്. ദൈവം എനിക്ക് മനോഹരമായൊരു അവസരം നൽകി. മുക്കത്തിനടുത്ത്, കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് ഒരു കോളേജുണ്ട്, MAMO കോളേജ്, മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ ഒരു കോളേജാണ്. അപ്പോൾ ഞാൻ നേരിട്ട് ആരുടെയും ഒരു റെക്കമെൻഡേഷൻ ഒന്നുമില്ലാതെ നേരിട്ട് ഈ മാനേജരെ കണ്ട് ചോദിച്ചു, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് എന്നറിഞ്ഞു, എനിക്ക് ഒരു പോസ്റ്റ് തരാമോ? വളരെ നല്ല സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു ആളായിരുന്നു അതിൻ്റെ മാനേജർ, വീരാൻകുട്ടി ഹാജി. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും തരാമല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് ഇച്ചായനോട് പറഞ്ഞു. അപ്പോൾ ഇച്ചായൻ വലിയ സന്തോഷത്തോടെ, ശരിയാണല്ലോ, നല്ല ജോലിയാണ്, നമുക്കത് വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് തിരൂരങ്ങാടി കോളേജിൽ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഈ മുക്കം കോളേജിൽ ലീവ് വേക്കൻസിയിൽ പഠിപ്പിച്ചിരുന്ന സാറിനെ കണ്ടു. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഞാൻ അവിടെ സ്ഥിരമധ്യാപകനായി ചെല്ലുന്നുണ്ടെന്നറിഞ്ഞ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് ഇവിടെ വരികയാണെങ്കിൽ എൻ്റെ അവസരം നഷ്ടപ്പെടും. അങ്ങനെ അദ്ദേഹം വിഷമത്തോടെ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഈ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ച് ഞാൻ ജോലി വാങ്ങുന്നില്ല. അങ്ങനെ ഈ വീരാൻകുട്ടി ഹാജി വാക്ക് പാലിക്കുന്നവനാണ്. അദ്ദേഹം പോസ്റ്റ് കാർഡ് ഇട്ടു, അന്നത്തെ കാലം ഞാൻ ഓർക്കുന്നു, പോസ്റ്റ് കാർഡ് ഇട്ട് വന്ന് ജോയിൻ ചെയ്യുക. പക്ഷേ ഞാൻ ജോയിൻ ചെയ്യാൻ പോയില്ല. ഞാൻ വിചാരിച്ചത് ഇതുപോലെ ജോലി വേറെയും കിട്ടുമെന്നാണ്. പക്ഷേ അതിനുശേഷം 1985 വരെ 2 വർഷക്കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേക കോളേജുകളിൽ ഞാൻ ഇൻ്റർവ്യൂവിനായി പോയി. പക്ഷേ എനിക്കൊരു ജോലി കിട്ടിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചു, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബ്ലണ്ടർ, മണ്ടത്തരമാണ് ഞാൻ കാണിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെടുത്ത തീരുമാനം വലിയ മണ്ടത്തരമാണ്, അതെൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു, ആ തീരുമാനം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെയായി തീർന്നിരിക്കുന്നത് എന്ന് ആരെങ്കിലും ദുഃഖത്തോടെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ആ മണ്ടൻ തീരുമാനങ്ങളെ പോലും നിയന്ത്രിക്കുന്ന, പരിണമിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കണ്ണു തുറന്ന് നിങ്ങൾ കാണുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അടിച്ചും ഇടിച്ചും തീയിലിട്ടും വെള്ളത്തിലിട്ടും ദൈവം നമ്മളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മറ്റൊരു മാർഗവുമില്ലാതെ, എനിക്കിഷ്ടമില്ലാതിരുന്ന ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തു. ബാങ്കിൽ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തു. അതിൽ ടെസ്റ്റ് പാസ്സായി ഇൻ്റർവ്യൂവിന് ചെന്നു. അന്ന് കോഴിക്കോട് വെച്ചാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. ബാങ്കിൻ്റെ ചെയർമാൻ കാന്തകുമാറാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം എൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കി MA ആണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, കോളേജിൽ ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ടോ? ജോലി കിട്ടിയാൽ സാധ്യതയുണ്ടല്ലോ, ജോലി കിട്ടിയാൽ പോകുമോ? അദ്ദേഹം എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായും പോകും. സാധാരണഗതിയിൽ ഇങ്ങനെ ടെമ്പററി ആയിട്ട് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ ആരും എടുക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പക്ഷേ എൻ്റെ ദൈവം അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു എന്നെ ജോലിക്ക് എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ 1985 ഗ്രാമീണ ബാങ്കിൽ ഒരു ജോലിക്കാരനായി ചേർന്നു. ഞാൻ വളരെയധികം വിഷമിച്ചു. ഞാൻ തീയിലൂടെ നടക്കുന്ന അനുഭവമായിരുന്നെന്ന്. പക്ഷേ എൻ്റെ ദൈവം എന്നെ മനോഹരമായ കരങ്ങളിലെടുത്ത് നയിക്കുകയാണ് ആയിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുകയാണ്. കാരണം ആ കാലഘട്ടത്തിലാണ് എൻ്റെ സുഹൃത്ത് ജോൺസൺ പൂവത്തിങ്കൽ വഴി ബെന്നി പുന്നത്രയുമായിട്ട് പരിചയപ്പെടുകയും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയാവുകയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ആ ഒരുമിച്ച് കൂടലാണ് ഇന്ന് ലോകമെമ്പാടും അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ശാലോം ശുശ്രൂഷയ്ക്ക് തുടക്കമിട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അന്ന് ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് മുക്കം കോളേജിൽ പോയിരുന്നെങ്കിൽ ഞാനൊരു വെറും ഒരു കോളേജ് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് മനോഹരമായ, ഉന്നതമായ, ഒരു ശ്രേഷ്ഠമായ സങ്കല്പമുള്ളത് കൊണ്ട് അവിടുന്ന് എൻ്റെ ജീവിതത്തെ വേറൊരു രീതിയിൽ രൂപപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ശാലോമുമായി ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയായ ശേഷം ഞാനതിന് മുമ്പ് PSCയുടെ ടെസ്റ്റ് എഴുതിയിരുന്നു. കോളേജ് അധ്യാപകന് വേണ്ടിയിട്ടുള്ള എൻ്റെ റാങ്ക് 21ആണ്. ഞാനിപ്പോഴും ഓർക്കും, 21 റാങ്കാണ്. ഒരു വർഷമാണ് അന്നത്തെ PSCയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി.
അപ്പോൾ ഈ കമ്മ്യൂണൽ റൊട്ടേഷനുണ്ട്, റിസർവേഷൻ ഉള്ളവർ നമുക്ക് മുമ്പേ അവർക്ക് അവസരം കിട്ടും. അങ്ങനെ ഈ റാങ്ക് ലിസ്റ്റ് തീരാനായി എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. എനിക്ക് വലിയ സങ്കടമായി. അപ്പോൾ സ്വർഗത്തിൻ്റെ ദൈവം, കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്, ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കുന്നവനും സർക്കാരുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നവനുമായ സർവശക്തനായ ദൈവം, അന്ന് ഇടതുമുന്നണി സർക്കാരാണ് ഭരിക്കുന്നത്, അവർക്ക് ശക്തമായൊരു പ്രചോദനം കൊടുത്തു. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് വരെ അവർ ചെയ്യാത്തൊരു കാര്യം തൻ്റെ മകന് വേണ്ടി ദൈവം അവിടെ ഇടപെടുകയാണ്. അങ്ങനെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാക്കിയത് കൊണ്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചു. അങ്ങനെ 1989 ജനുവരി 21 കോടഞ്ചേരി ഗവൺമെൻറ് കോളേജിൽ ദൈവം എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് കോളേജ് അധ്യാപകനായി എനിക്ക് നിയമനം കിട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ദൈവം എൻ്റെ നാട്ടിലേക്ക്, പേരാമ്പ്രയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിത്തന്നു. എനിക്ക് ശാലോമിൻ്റെ ശുശ്രൂഷയും കോളേജിലെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ക്രമീകരണം. ഞാനിപ്പോൾ ഓർക്കുകയാണ്, 1990 മുതൽ 2015 വരെ നീണ്ട 25 വർഷങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് സർവീസിൽ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ട്. പക്ഷേ ഈ പേരാമ്പ്ര ഗവൺമെൻറ് കോളേജിൽ നിന്ന് എന്നെ മാറ്റുവാനായിട്ട് എൻ്റെ ദൈവമായ കർത്താവ് അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. നീണ്ട 25 വർഷങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനും എൻ്റെ ആഗ്രഹമായ, ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ജോലി ചെയ്യുവാനും അവിടുന്ന് കൃപ നൽകി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ജോലിയില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ പറയുകയാണ്, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. കാരണം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ആരും കേൾക്കുകയോ ആരും കാണുകയോ ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൽ വലിയ ഭാരങ്ങളുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. വലിയ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, സംശയങ്ങളുണ്ട് ദൈവത്തെക്കുറിച്ച്. ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട് എന്നെ കാണുന്നില്ല? വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന എൻ്റെ കണ്ണുനീര് എന്തുകൊണ്ട് ദൈവം കാണുന്നില്ല? എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ നൽകുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല? എൻ്റെ മകളുടെ വിവാഹം ദൈവം എന്തുകൊണ്ട് നടത്തി തരുന്നില്ല? ഞാൻ അനേക വർഷങ്ങളായി നേർച്ച നേരുന്നു, പ്രാർത്ഥിക്കുന്നു, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. എൻ്റെ തീരുമാനങ്ങൾ പലതും തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ രാത്രിയിൽ നിൻ്റെ പിതാവ് നിൻ്റെ അടുത്തുണ്ട്. അവിടുന്ന് നിനക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്, നല്ല ഒരു പിതാവിനെ പോലെ. രാത്രി അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ സ്വന്തം സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കളുടെ ഭാവിക്ക് വേണ്ടി അധ്വാനിക്കുന്ന നല്ലൊരു പിതാവിനെ പോലെ, സ്വർഗത്തിൻ്റെ പിതാവ് നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നത് നീ മനസ്സ് തുറന്ന് കാണുക. അബ്രാഹത്തെ പോലെ നിൻ്റെ കൂടാരത്തിൽ നീ പുറത്തേക്ക് വരിക. നിൻ്റെ ഇപ്പോൾ നിരാശയുടെ കൂടാരം നിന്നെ ഇപ്പോൾ മൂടിയിരിക്കുകയാണ്. ആ നിരാശയുടെ കൂടാരത്തിൽ നിന്ന് പ്രത്യാശയുടെ മേഖലയിലേക്ക്, നീലാകാശത്തിലേക്ക് നോക്കുക. നിന്റെ പിതാവിനെ കാണുക. നിനക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ നിന്റെ പിതാവിനെ കാണുവാനായിട്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കുക. ദൈവം നിശ്ചയമായും നിന്നെ അനുഗ്രഹിക്കും. അവിടുന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. ആ നല്ല ദൈവത്തെ കാണുവാൻ തീയിലും വെള്ളത്തിലും നമ്മളെ നടത്തുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ഉന്നതമായൊരു ശ്രേഷ്ഠമായൊരു ദൗത്യത്തിന് വേണ്ടി രൂപപ്പെടുത്തുന്ന, എന്നെ കൂടുതൽ ദൈവത്തിന് പ്രിയപ്പെട്ടവളായി മാറ്റുവാൻ വേണ്ടി അധ്വാനിക്കുന്ന ആ നല്ല പിതാവിനെ കാണുവാനായിട്ട് നമുക്കിപ്പോൾ കണ്ണുകൾ തുറക്കാം. ആ പിതാവിനായിട്ട് ഹൃദയത്തെ ഒന്ന് തുറക്കാം. മനസ്സിന്റെ സകല നിരാശയും സങ്കടവും വേദനയും അവിടുത്തെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദിവ്യമായ പ്രത്യാശയാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയോടുള്ള സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. എന്റെ പരാതി മുഴുവൻ ഞാൻ ഉപേക്ഷിക്കുന്നു. ഓ കർത്താവേ, കടന്നു വരണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്താൽ എന്നെ മൂടണമേ. സകല നിരാശയും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രത്യാശ നിറയ്ക്കണമേ. എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എന്റെ
എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവമേ, വാക്കിന് വ്യത്യാസം വരാത്ത കർത്താവേ, കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ശാന്തമായ കർത്താവിനെ ആരാധിക്കാം. അപ്പനാണ് ദൈവം. മക്കളിൽ നിറയേണമേ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. മകനായിട്ട് മാറാൻ നമുക്ക്. കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ, മക്കളിൽ കനിയേണമേ. നിരാശയുടെ ഉറവിടങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീതി സൂര്യനായി ഉദിക്കുന്ന ആ നിമിഷത്തെ സ്വപ്നം കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ ഞങ്ങൾ തുള്ളിച്ചാടുന്നൊരു ദിനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള വലിയ പ്രത്യാശയിലും സന്തോഷത്തിലും അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുവാൻ അവിടുന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദീർഘക്ഷമ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചാലും പരിശുദ്ധ ദൈവമാതാവേ, ജീവിതത്തിലുടനീളം പ്രത്യാശയോടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി കാത്തിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ ദുഃഖ വെള്ളിയാഴ്ചകളിൽ ഈസ്റ്ററിനെ നോക്കിയിരിക്കുവാൻ കാത്തിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചാലും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ വിശുദ്ധന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.